നമസ്കാരം. കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർ കാക്കിയിട്ട് പുറത്തിറങ്ങില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. പോലീസുകാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കോൺഗ്രസ് ഇതുവരെ പ്രതികരിക്കാത്ത രീതിയിൽ പ്രതികരിക്കുമെന്നും അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ 9ാം വർഷത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ഇതുവരെയുള്ള പ്രകടനം വിചാരണ ചെയ്യാനുള്ള അവസരം ലഭ്യമാകുമ്പോൾ കോൺഗ്രസ് പോലീസിനെതിരെ സമരത്തിനിറങ്ങും. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി ഇടത് സഹയാത്രികൻ റജി ലൂക്കോസ്, കോൺഗ്രസ് സഹയാത്രികൻ എൻ ശ്രീകുമാർ, മനുഷ്യാവകാശ പ്രവർത്തന അഡ്വക്കേറ്റ് പി എ പൗരൻ എന്നിവർ. ആദ്യം റജി ലൂക്കോസിലേക്ക്. റജി, ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതുവരെ സർക്കാർ സ്വീകരിച്ച നടപടി ഇനിയും തുടർന്നാൽ അവർ ഇനി കാക്കിയിട്ട് പുറത്തിറങ്ങില്ല എന്നാണ്. പോലീസിന് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നു, തെളിവുകൾ പുറത്തു വന്നു. ഈ പോലീസിനെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ, പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്കറിയാം വാരാപ്പുഴ കസ്റ്റഡി കൊലയുടെ കാലത്തൊക്കെ മുഖ്യമന്ത്രി അസംബ്ലിയിൽ പോലും പറഞ്ഞത് പോലീസിൻ്റെ മനോവീര്യം തകർക്കുന്ന ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്നാണ്. ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്താനുള്ള ഒരു പ്രശ്നം പിണറായി വിജയൻ സർക്കാരിന് കീഴിൽ ആഭ്യന്തര വകുപ്പിന്റെ പ്രകടനം വിചാരണ ചെയ്യപ്പെടുമെന്നുള്ളതാണ്. അത് താങ്ങാനുള്ള കെൽപ്പ് ഇപ്പോൾ സർക്കാരിനുണ്ടോ? അല്ല അജിംസേ, ഈ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നൊരു പഞ്ച് ഡയലോഗ് അടിച്ചെന്ന് മാത്രമല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും പറയത്തക്ക രീതിയിലുള്ള ആത്മാർത്ഥതയില്ല. അദ്ദേഹത്തിന് ഇത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ അട്രോസിറ്റിനെ കഠിനമായ രീതിയിൽ വിമർശിച്ച ഒരാളാകാൻ അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ 2021 ഈ വിഷയം പുറത്തു വന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഉന്നത നേതാക്കളെയൊക്കെ ആശ്രയിച്ചപ്പോൾ അവരാരും കാര്യമായ രീതിയിലൊന്നും ഇതിനെക്കുറിച്ച് പരിഗണിക്കുകയോ ആ ചെറുപ്പക്കാരനോടൊപ്പം നിൽക്കുകയോ ചെയ്തില്ല. അത് പിന്നെ പോലീസിനൊരു കൈത്താങ്ങായെന്നൊന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, അത് ദുർവ്യാഖ്യാനമായിരിക്കും. പക്ഷേ ഇപ്പോൾ ആ വിഷ്വൽ പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർത്തിരിക്കുന്ന തന്നെയല്ല, ആ ഉദ്യോഗസ്ഥർ കാക്കിയിടാൻ യോഗ്യരില്ല എന്നുള്ളൊരു പ്രതികരണത്തിലേക്കാണ് കേരളത്തിലെ പൊതുജനത്തിൻ്റെ ഒരു മനസാക്ഷി മാറിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഭരണകാലത്ത് നടന്ന പോലീസ് അട്രോസിറ്റികളിൽ സമാനതകളില്ലാത്ത അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ ഒരു ഉരുട്ടിക്കൊല നടന്നത് ഉദയകുമാറിനെയാണ് തിരുവനന്തപുരം പോർട്ട് സ്റ്റേഷനിൽ വെച്ച്. ആ ചെറുപ്പക്കാരൻ്റെ അമ്മയുടെ വേദനകൾ നമ്മളൊക്കെ തന്നെ എത്രയോ ചർച്ചകളിൽ പങ്കെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പോലീസിൻ്റെ ആയിട്ടുള്ള ഇടപാടിൽ നീതിമാന്മാരുടെ വേഷം കെട്ടുന്ന ഒരു കാപട്ടിയാണ്. പിന്നെ ഈ സർക്കാരിനെ സംബന്ധിച്ചോളം വി ഡി സതീശൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ ഭരണകാലത്ത് ഒരിക്കലും സംഭവിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ 122 പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് 2 DYSPമാർ സഹിതം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. 221 ഉദ്യോഗസ്ഥന്മാർ പിരിച്ചുവിടാനുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കർശനമായ നടപടികൾ എടുത്തൊരു ഗവൺമെൻറ്റാണിത്. പിന്നെ ഈ സംഭവത്തിലേക്ക് വന്നാൽ ഇത് അങ്ങേയറ്റം തെറ്റാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്ത കാടത്തമാണ്. മനുഷ്യത്വരഹിതമായ, മനസാക്ഷിയുള്ള ഒരു മനുഷ്യന് പോലും കണ്ടിരിക്കാൻ സാധിക്കാത്ത മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട DIG കഴിഞ്ഞ ദിവസം ഈ വിഷ്വൽസ് പുറത്തു വന്ന ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നു. എന്തായാലും ഒരു DIGയുടെ പ്രതികരണം എന്ന് പറയുന്നത് ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കുക എന്നുള്ള അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്, കൃത്യമായി പോലീസ് നേരത്തെ കണ്ടതാണ്. DIG അങ്ങനെ പ്രതികരിച്ചെങ്കിൽ ആ വിഷ്വൽസ് DIG ഉൾപ്പെടെ പോലീസിന്റെ ഒരു ആഭ്യന്തര അന്വേഷണത്തിൽ ഈ വിഷ്വൽസ് ഒക്കെ പരിശോധിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ DIG എന്തെങ്കിലും അഭിപ്രായം പറയാനല്ല, സർക്കാർ ഇവരെ സംരക്ഷിക്കുകയാണ്, ഇവരെ പിരിച്ചുവിടണേ എന്നാണ് ചോദ്യം. അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് നമ്മളൊക്കെ എടുത്തിരിക്കുന്നത്. അത് പിരിച്ചുവിടണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിരിച്ചുവിട്ടാൽ തന്നെ പോരാ, അവരുടെ ശിഷ്ടകാലം അവർ ശിക്ഷയ്ക്ക് വിധേയരാകണം. അവർക്ക് പെൻഷൻ പോലും കിട്ടാത്ത രീതിയിലുള്ള നടപടി സ്വീകരിക്കണം. അതായത് യാതൊരു തർക്കമില്ല. കാരണം കേരളത്തിൽ ഒരു മനുഷ്യനും ഈ ചെറുപ്പക്കാരൻ രാഷ്ട്രീയം പോലും നോക്കാതെ കൊണ്ട് തന്നെ ഈ രീതിയിൽ അതിനെ കാണുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അജിംസ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഈ മേലുദ്യോഗസ്ഥന്മാർ ഈ വിഷ്വൽസ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണല്ലോ കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് തന്നെ ഈ പോലീസ് സ്റ്റേഷനിലെ വിഷ്വൽസ് അവർ നശിപ്പിച്ചിട്ട് കമ്മീഷൻ ഓഫീസിൽ നിന്ന് കോടതിക്ക് വിവരാവകാശത്തിലൂടെയും കോടതിയുടെ ഉത്തരവുപ്രകാരം ഇത് പുറത്തു വന്നത്. അത് യാതൊരു തർക്കമില്ല. അപ്പം തങ്ങളുടെ സഹപ്രവർത്തകരെ സംരക്ഷിക്കാൻ ചില ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുന്നുള്ള വസ്തുതയാണ്. പക്ഷെ അതുകൊണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെയും കേരളത്തിലെ പോലീസ് സേനയും കാടടച്ച് ആക്ഷേപിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യത്തിനൊരു കണക്ക് ഞാൻ പറയാം. ഇന്ത്യയിൽ ആകമാനം പോലീസിൻ്റെ ക്രിമിനൽ എന്ന് പറയുന്നത് 12%. 2016 ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ അത് കേരളത്തിൽ 6% മാത്രമേ ഉള്ളൂ. നമ്മുടെ നേട്ടം തന്നെ. ഇപ്പോൾ അത് 4% മാത്രമേ ഉള്ളൂ. ഈ 4%-നുള്ളിലെ ചില ക്രിമിനൽസ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിനെ സേനയെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് അത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണ്, ഞങ്ങൾ തെരുവിലിറങ്ങും, ഞങ്ങൾ അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞത് ഒരു പ്രതിപക്ഷ നേതാവിന് ചോർന്നതല്ല. ഒരുപക്ഷെ ഈ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ തുടരുകയാണ്, അവർ കാക്കിയിട്ടിരിക്കുക ജോലി ചെയ്യാൻ അർഹരല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അവരെ തടയും എന്ന് പറയുന്നതിന് എന്താ പ്രശ്നം?
അല്ല, അത് ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവർ കാക്കിയിട്ട് ഇനി തുടരാണ്ട് അർഹരല്ല എന്നുള്ളവർക്ക് യാതൊരു സംശയമില്ല. സർക്കാർ അതിൻ്റെതായ ചില നടപടിക്രമങ്ങളുണ്ട്, അതനുസരിച്ച് നടപടി സ്വീകരിക്കുന്നതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്നും യാതൊരു മാറ്റവും വരുത്തില്ല. തന്നെയല്ല, DIG പറഞ്ഞതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, അത് അജിം ശ്രദ്ധിച്ച് കാണുകയും അദ്ദേഹം പറഞ്ഞത് ഇതിപ്പോൾ കോടതിയുടെ മുമ്പിലാണ് ഈ വിഷയം. കോടതി താമസം ഇതിൻ്റെ വിധി പ്രഖ്യാപിക്കും. വിധി പ്രസ്താവന ഏത് രീതിയിലാണെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാരെ കഠിനമായ ശിക്ഷ കോടതിയുടെ മുമ്പിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് തൽക്കാലത്തേക്ക് പെൻഡിങ്. അവർക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടി എടുക്കുന്ന DIG പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. ഒരു തർക്കമില്ല കാര്യത്തിൽ. ഒരു കാര്യം ഞാൻ അടിവരായിട്ട് പറയാം, ഇതുപോലെയുള്ള ചില ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് രാജ്യത്തിന് മാതൃകയായി നമ്മുടെ കേരള പോലീസിനെ അപമാനിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പിന്നെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ഞാൻ സഹായിക്കുക. കാരണം വെച്ചാൽ മാധ്യമ സ്ഥാപനങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്തരം ചില അട്രോസിറ്റികളൊക്കെ പുറത്തു വരുന്നത്. റജി പ്രതീക്ഷിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സർക്കാർ എടുക്കുന്നതാണ്. അത് സർക്കാരിന് മേലും സർക്കാർ നയിക്കുന്ന പാർട്ടിയുടെ മേലുള്ള റജി ലൂക്കോസിന്റെ വിശ്വാസമാണ്. പക്ഷേ എന്നെ പോലുള്ള സാധാരണ പൗരന്മാർക്ക് അത് അങ്ങനെ വിശ്വാസം വരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? 2018 വാരാപ്പുഴയിൽ ഒരു യുവാവിനെ പോലീസ് ഉരുട്ടിക്കൊന്നു, മർദ്ദിച്ചു കൊന്നു. അതിൽ അറസ്റ്റിലാവുകയും സസ്പെൻഷനിലാവുകയും ചെയ്ത പോലീസുകാരുണ്ട്. അവരെ സർക്കാർ തിരിച്ചെടുക്കുകയാണ് ഇത് സർവീസിലേക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ വിഷയത്തിലാണ് ഈ പോലീസിന്റെ മനോവീര്യത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. നമ്മളെങ്ങനെ വിശ്വസിക്കും സർക്കാരിനെ? അല്ല, അത് ശ്രീജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആൾ മാറി, പിന്നെ പോലീസ് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചു കൊന്നു. അത് കോടതിയുടെ വിധിയുണ്ട്. അത് അജിംസ് ശ്രദ്ധിച്ചു വേണമായിരിക്കും. ഒരു കോടതി വിധി അതിലംഘിച്ചുകൊണ്ട് ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ടാണല്ലോ കൃത്യമായ കണക്ക് അന്നത്തെ ക്രൈംബ്രാഞ്ച് DIG ആയിരുന്ന S. ശ്രീജിത്തിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരമാണ് അവർ തിരിച്ചെടുത്തത്. പോലീസിന്റെ അട്രോസിറ്റിയെ കുറിച്ച് പോലീസ് തന്നെ അന്വേഷിക്കുന്നു, റിപ്പോർട്ട് കൊടുക്കുന്നു, തിരിച്ചെടുക്കുന്നു. അല്ല അജിംസ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 122 ഉദ്യോഗസ്ഥന്മാരെ DYSPമാർ സഹിതം സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ പാടില്ലായിരുന്നു ഈ ഗവൺമെന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിലുള്ള അന്വേഷണത്തിലൂടെയും ആണ് സർക്കാർ ഇവരെ പിരിച്ചുവിട്ടത്. ആ ആർജവം കാണിച്ചൊരു ഗവൺമെന്റിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു തർക്കമില്ല കാര്യത്തിൽ, അത് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഇത്രയ്ക്ക് അച്ചടക്ക നടപടിയെടുത്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ചരിത്രം കേരളത്തിന് ചരിത്രത്തിലില്ല. 21 മനുഷ്യരെ 2011 2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലത്ത് ലോക്കപ്പ് മർദ്ദനത്തിൽ കൊന്നിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ മരങ്ങാട്ടുപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഒരു പാവം ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നു. ഒരു കോൺസ്റ്റബിളിൻ്റെ പേര് പോലും ആ കാലത്ത് നടപടി സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഈ ഗവൺമെൻറ് അതല്ല. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള അട്രോസിറ്റികളും വീഴ്ചകളും സ്വാഭാവികമാണ്. 100% പെർഫെക്റ്റ് ആയ ഒരു സംവിധാനം ലോകത്ത് ഒരു സ്ഥലത്തും അങ്ങനെ ഉണ്ടാകാൻ സാധിക്കില്ല. പിന്നെ ജോർജ് ലോയിഡിൻ്റെ കഥ അറിയാമല്ലോ. അമേരിക്കയിലെ ജോർജ് ലോയിഡ് എന്ന് പറയുന്ന കറുത്ത വർഗ്ഗക്കാരനെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിരപരാധിയായ ആ സെക്യൂരിറ്റി ജീവനക്കാരനെ കാൽമുട്ട് കൊണ്ട് അമർത്തി കൊല ചെയ്തത് അമേരിക്ക പോലുള്ള പരിഷ്കൃത രാജ്യത്താണ്. അതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കത്തില്ല. കാരണം നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷങ്ങളുണ്ട്, മാധ്യമങ്ങളുണ്ട്. ഇതെവിടെ സംഭവിക്കുക? അതിനെതിരെയുള്ള നടപടി എന്താണ് ഗവൺമെൻറ് എടുക്കണേ? അതാണ് നമ്മൾ നോക്കുന്നത്. താരതമ്യേന നമ്മുടെ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാരിൽ 96% ഉദ്യോഗസ്ഥന്മാരും മനുഷ്യസ്നേഹികളാണ്, നല്ല മനുഷ്യരാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ വിമർശിച്ചോളൂ, പക്ഷേ അവരുടെ മൊറലിനെ തകർക്കത്ത രീതിയിൽ അവരെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കരുതെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന സങ്കല്പത്തിൽ തന്നെ ദേശീയ തലത്തിൽ അതുണ്ട്. കാരണം ഈ സേനയില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല മനസ്സമാനത്തോടുകൂടി. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ കർശനമായ നടപടിയിലേക്ക് സർക്കാർ കടക്കും. നിങ്ങളതിന് സാവകാശം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹോപ്പ് ദി ബെസ്റ്റ്. പിന്നെ കോടതിന് മുമ്പിലാണ് ഈ വിഷയം ഇരിക്കുന്നത്. കോടതി അത് കർശനമായ രീതിയിൽ ഇതിനെ നേരിട്ടിട്ടുണ്ടെന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവാണല്ലോ കോടതിയിലൂടെ തന്നെ ചെറുപ്പക്കാരനെ വിവരാവകാശത്തിലൂടെ ഈ വിഷ്വൽസ് പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെയല്ലേ മാധ്യമങ്ങൾക്ക് ഇത് കിട്ടണേ? അതുകൊണ്ട് ഒരു കാര്യം അടിയുറച്ച് പറയാം. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ രണ്ട് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായിട്ട് പഞ്ച് ഡയലോഗൊക്കെ പ്രതിപക്ഷ നേതാവ് അടിച്ച് ഇങ്ങനെ വലിയ ആളായി ഞങ്ങൾ പോലീസിനെ പുറത്തിറങ്ങാൻ സമ്മതിക്കണം എന്നൊക്കെ പറയുന്നത് അതൊരു ഉത്തരവാദിത്തമില്ലായ്മ ഞാൻ മനസ്സിലാക്കത്തുള്ളൂ. അതിന് വേറെ പറയാം. പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ട വസ്തുത, പ്രതിപക്ഷ നേതാവ് ഞാൻ ആ കണക്കെടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി ഭരിച്ചിരുന്ന കേരളത്തിലെ കഴിഞ്ഞ 70-75 വർഷക്കാലത്തെ ചരിത്രമെടുത്താൽ കേരളത്തിൻ്റെ മനസാക്ഷി ഞെട്ടിച്ചിരിക്കുന്ന പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ കാണാൻ പറ്റും. ഒരു പരമ്പര തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്. പരിഷ്കൃത കേരളത്തിന് അപമാനം ഉദയകുമാറിനെ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ ഉരുട്ടിക്കൊന്നത്, ആ ഉരുട്ടിക്കൊന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും പറയുമ്പോൾ ഭയാനകമാണ്. എന്ത് നടപടി സ്വീകരിച്ച സർക്കാർ? ഒരു ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടോ? അതേസമയം ഈ സർക്കാരിൻ്റെ കാലത്ത് നെടുങ്കണ്ടത്ത് ഒരു ലോക്കം ഭരണം, ഒന്ന് പൂർത്തിരിച്ചോട്ടെ, ലോക്കം ഭരണം ഉണ്ടായി. ആ ഉദ്യോഗസ്ഥന്മാരെ ഹൈക്കോടതിയിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് വിധി വന്ന ഉടനെ തന്നെ ആ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഇപ്പോൾ കൂലിപ്പണിയെടുത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സർവീസിനകത്തില്ല. അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ അടച്ചാക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എല്ലാവരും പൗരബോധമുള്ളവരും
ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി വിമർശിക്കാനുള്ള തൻ്റെ ഇടമുള്ളവരാണ്. അങ്ങനെ ഒരു വിമർശനം ഏറ്റുവാങ്ങുന്നതിൽ ഈ ഗവൺമെൻറ് ഒരു മടിയില്ല വിമർശിക്കുന്നവർ. അല്ല, വിമർശിക്കുന്നവരെ മുഴുവനും കാടടച്ച് വിമർശിക്കുകയോ അവരെ തെറ്റുകാരാതെ ചിത്രീകരിക്കുകയൊന്നും ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സർക്കാർ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ താല്പര്യം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ എൻ ശ്രീകുമാർ, 2024 മുഖ്യമന്ത്രി തന്നെ പറഞ്ഞുള്ളൊരു കാര്യം, 8 വർഷത്തിനിടെ 108 പോലീസുകാരെയാണ്, ക്രിമിനൽ വാസനയുള്ള പോലീസുകാരെയാണ് ഈ സർക്കാർ പിരിച്ചുവിട്ടത്. അതിൽ പിരിച്ചുവിടുക മാത്രമല്ല, ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുകയും വകുപ്പ് തല അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നു. ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറയുന്നു. എന്തുകൊണ്ടാകും ആ 108 പേരിൽ ഈ പോലീസുകാർ പെടാൻ? നോക്കൂ അജിംസെ, ഇതിലിപ്പോൾ ശ്രീ റെജി ലൂക്കോസ് ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, അജിംസ് ആ പിരിച്ചുവിട്ട പോലീസുകാരുടെ കാര്യം പറഞ്ഞു, അതിലിവരെന്താ പെടാത്തതെന്ന് ചോദിച്ചു. അത് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്. 2023 നടന്ന ഒരു സംഭവം, അത് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന സഹപ്രവർത്തകൻ ചൊവ്വന്നൂർ വർഗീസിൻ്റെയും ഒരു ശ്രമഫലമായിട്ട് മാത്രമാണ് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അല്ലത് പൊതുജനം അറിയില്ല. അപ്പോൾ ഇത് മൂടി വെച്ചതാരാ? CCTV ദൃശ്യങ്ങൾ കൊടുക്കാതെ മൂടി വെച്ചതാരാ? ഈ ഗവൺമെൻറ് അല്ലേ? ഗവൺമെൻറ് എന്ന് വെച്ചാൽ പോലീസ് സിസ്റ്റം അല്ലേ? പോലീസ് സംവിധാനം എന്ന് വെച്ചാൽ ഭരിക്കുന്നതാരാ? ആഭ്യന്തരമന്ത്രി. അപ്പോൾ ആഭ്യന്തര വകുപ്പാണ് ഈ ചിത്രങ്ങൾ ദൃശ്യങ്ങൾ പുറത്തു വിടാതിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കുറ്റക്കാരാരാ? ഗവൺമെൻറ്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിനെ പഴി പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ അജിംസ് ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് കാണാതെ പോയതെന്ന്. എന്തുകൊണ്ടാണ് കാണാതെ പോയതെന്ന് വെച്ചാൽ ഇത് ക്രൂരമായൊരു മർദ്ദനദശ, അതായത് ഈ ദുരഭിമാനം, പോലീസിൻ്റെ ദുരഭിമാനത്തിൽ നിന്നും ഉടലെടുത്ത ക്രൂരമായ പോലീസ് മർദ്ദനമാണിത്. ഒരു പോലീസിൻ്റെ ദുരഭിമാനം, അതിൽ നിന്നും ഉടലെടുത്ത ക്രൂരമായ പോലീസ് മർദ്ദനം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ മർദ്ദനം പുറത്തേക്ക് വരാതിരിക്കണമെന്ന് ആഭ്യന്തര വകുപ്പ് ആഗ്രഹിച്ചു. വിവരാവകാശ നിയമപ്രകാരം തന്നെ കിട്ടാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ ഈ ചൊവ്വന്നൂർ വർഗീസും ഈ നമ്മുടെ സുജിത്തും. അവിടെ സുജിത്ത്, നിതീഷ്, അതുപോലെ ഈ ചൊവ്വന്നൂർ വർഗീസ് തുടങ്ങി ഒരുപാട് പേരുടെ ശ്രമഫലമായിട്ടാണ് ഈ കൃത്യം പുറത്തേക്ക് വന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇത്രത്തോളം ജാഗ്രത പുലർത്തിയൊരു കേസ് ഈ അടുത്ത കാലത്ത് കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ജാഗ്രത പുലർത്തുന്ന വെച്ചാൽ അതിൻ്റെ അർത്ഥം അവർക്കേ ജാഗ്രത പുലർത്താൻ പറ്റുള്ളൂ. കാരണം ഉന്നത നേതാക്കൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ പ്രാദേശിക തലത്തിലൊരു വിഷയത്തെ ഇത്രയും ജാഗരൂകരായി നോക്കിയിരുന്നതിൻ്റെ പിന്നാലെ നടന്ന് പുറത്തു കൊണ്ടുവന്ന ഈ കോൺഗ്രസ് പ്രവർത്തകരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ പ്രാദേശിക തലത്തിൽ ഇവിടെ രാഷ്ട്രീയമില്ല കുന്നംകുളത്ത്. അവിടെ DYFIയും യൂത്ത് കോൺഗ്രസും അതുപോലെ എല്ലാവരും ഇക്കാര്യത്തിൽ ഒരേ നിലവാരമാണ്. എല്ലാ യുവജന സംഘടനകളും എല്ലാ യുവാക്കളും ചില യുവജന സംഘടനകളുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഇതിനെ അപലപിച്ചുകൊണ്ട് വാട്സപ്പിലൊക്കെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. പക്ഷേ ഉന്നത തലത്തിൽ ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക? മിനിങ്ങാന്ന് DIG പത്രസമ്മേളനം നടത്തിയപ്പോൾ തൃശ്ശൂർ അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സസ്പെൻഡ് ചെയ്തു. പിന്നെ എന്താണ്, ഇവർക്ക് എന്തോ ഒരു ശിക്ഷ കൊടുത്തതായിട്ട് രേഖ പരിശോധിച്ചാലേ അറിയൂ. എന്താ പരിശോധിച്ചില്ലേ? ഈ സംഭവം ഉണ്ടായിട്ടും പരിശോധിച്ചില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ശിക്ഷയൊന്നുമല്ല, എന്തോ ഇൻക്രിമെൻ്റ് തറഞ്ഞു വെച്ചതാണ്. അത് ശിക്ഷയാണ് ഇൻക്രിമെൻ്റ് തറഞ്ഞു വെക്കുന്നത്. അതായത് ഇവരെ സർവീസിൽ വെക്കാൻ കൊള്ളില്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യം അവർ തന്നെയാണ് പുറത്തുവിട്ടത് പോലീസ്. എന്ത് തെറ്റാണ് ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്തത്? അതായത് അനാവശ്യമായിട്ട് കുറേ യുവാക്കളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പോലീസ് ശൈലി, അതിനെ ചോദ്യം ചെയ്തപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഈ പൊതുപ്രവർത്തകനെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് തല്ലിന്ന് പറഞ്ഞാൽ പോരാ, തരിപ്പണമാക്കി കളഞ്ഞു. ആ യുവാവിൻ്റെ കല്യാണമായി ഈ മാസം 15-ാം തീയതി, അറിയാമോ? തരിപ്പണമാക്കി കളഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യമുണ്ട്, കുറച്ച് തടിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഒന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. ഒരു വണ്ണം കുറഞ്ഞൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഉദയകുമാറിൻ്റെ കാര്യം പറഞ്ഞു ശ്രീ റെജി ലൂക്കോസെ. ഉദയകുമാർ മരിച്ച 2006-ലാണ്. അന്ന് 19 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നടക്കുന്നത്. 20 വർഷമായിട്ടും കേരളത്തിലെ ഈ പോലീസുകാർ ഈ ദൃശ്യങ്ങളും ഡിജിറ്റൽ യുഗത്തിലും ഇത് പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? ഇവിടെ ചില ഇടതുപക്ഷക്കാരൊക്കെ പറയുന്നത് എന്താണ്, കൊളോണിയൽ അത് തുടർന്ന് വരുന്നത്. എന്ത് കൊളോണിയൽ? 19 വർഷത്തിന് മുമ്പ് സർവീസിൽ ചേർന്ന ആരാ? അന്നത്തെ യുവാക്കളല്ലേ? ആ യുവാക്കൾക്ക് പോലും ഈ 2025 ആയാലും തങ്ങളുടെ പോലീസ് എന്ന് വെച്ചാൽ ഇടിക്കുക, ആരെ ഇടിക്കുക എന്നുള്ളത്, അതും വാശിയോടെ ഇടിക്കുകയായിരുന്നു. കൈത്തരിപ്പ് തീർക്കുക എന്ന് പറയാം. അവിടെ ആ SI ഇയാളെ തല്ലിയിട്ട് SI നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ കൈ ഇങ്ങനെ ചുരുട്ടി കയറ്റുക. ആ തല്ലിൻ്റെ ഉള്ള വീര്യം, ആ മറ്റേ മഫ്തി ഡ്രസ്സിലുള്ള, അതായത് പോലീസിൻ്റെ ഡ്രസ്സില്ലാത്ത മനുഷ്യൻ എന്തൊരു ഇടിയാണ് ഇടിച്ചത്. അപ്പോൾ ഇതൊക്കെ പുറത്തു വന്നത്തെ അവസ്ഥ എന്താ? അപ്പോൾ ആഭ്യന്തര വകുപ്പ് മൂടി വെച്ചു.
മൂടി വെച്ചപ്പോൾ വിവരാവകാശ നിയമപ്രകാരം അതിൽ കോൺഗ്രസ് എപ്പോഴും, കോൺഗ്രസ് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളും, അജിംസ് ഉൾപ്പെടെയുള്ള പത്രപ്രവർത്തകരും മറ്റേ നമ്മുടെ അഡ്വക്കേറ്റ് പൗരൻ ഉൾപ്പെടെയുള്ളവരും രാജീവ് ഗാന്ധിയെ ഓർക്കണം, UPA ഗവൺമെൻറ്റിനെ ഓർക്കണം. വിവരാവകാശ നിയമം കൊണ്ടുവന്ന അവരാണ്. കോൺഗ്രസ് ആണ് വിവരാവകാശ നിയമം. അല്ലെങ്കിൽ ഇത് പുറത്തു വരുമോ ഇത്? ഇപ്പോൾ സർവീസിൽ എന്നിട്ട് അവർക്ക് ഒരു പ്രശ്നവുമില്ല. ആദ്യം പറയുന്നുണ്ടായിരുന്നു, അതായത് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിരന്തര പ്രയത്നം കൊണ്ടാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നതെന്ന്. ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, അതായത് പ്രാദേശിക നേതാവട്ടെ, എന്നെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി തല്ലി എന്ന് ഒരു MLA-യോട്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനോട് ഒക്കെ പറഞ്ഞിട്ട് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ പോലും തയ്യാറായില്ല കോൺഗ്രസ്. ഈ വിഷയം കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുമ്പോൾ, ഈ ദൃശ്യം പുറത്തു വരുമ്പോൾ മാത്രം ഈ സുജിത്തിനെ വിളിച്ച് കാണുകയെന്ന KPC പ്രസിഡന്റ്, സുജിത്തിനെ വിളിച്ച് കാണുന്ന പ്രതിപക്ഷ നേതാവ് എന്തൊരു കാപട്യാണ്. കാരണം സ്വന്തം കൂട്ടത്തിൽ ഒരുത്തനെ പോലീസ് കൊണ്ടുപോയി തല്ലിയിട്ട് അന്ന് ആ വിഷയം ഉയർത്താൻ പോലും കഴിയാതെ ഇപ്പോഴും ഞങ്ങൾ അയാളെ പിരിച്ചുവിട്ടില്ലെങ്കിൽ സമരം ചെയ്യുമെന്നാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ്. ഇതെന്തൊരു നിലപാടാണ് ശ്രീകുമാർ? അല്ലല്ല, അത് തെറ്റാണ്. കാരണം അക്കാലത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് അനിൽ അക്കരയുടെ നേതൃത്വത്തിൽ ഗംഭീര സമരമുറകൾ അവിടെ നടത്തിയിരുന്നു. അത് മറന്നുപോയതാണ്, ജനം മറന്നുപോയതാണ്. അത് ഇതൊക്കെ പ്രാദേശിക തലത്തിൽ ഒതുങ്ങിപ്പോയി. കാരണം ഇത് നമ്മുടെ പത്രപ്രവർത്തകരോട് ഇത്ര കാര്യമായിട്ട് കണ്ടിട്ടില്ല. കാരണം ഒരു യുവാവിനെ പോലീസ് കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അന്ന് തന്നെ അനിൽ അക്കരയുടെ നേതൃത്വത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. അത് തന്നെയാണ്. അവിടെ വലിയ സമരം ഉണ്ടായിരുന്നു കുന്നംകുളത്ത്. കോൺഗ്രസ് ഏറ്റെടുത്തിരുന്നു. എന്നിട്ട് കോൺഗ്രസ് പറഞ്ഞ എന്താണ്? പ്രാദേശിക നേതാക്കളുടെ ഈ കാര്യത്തിൽ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചാലും മുന്നോട്ട് വേണം. അതിൽ വർഗീസ് എന്ന് പറഞ്ഞ ആളും ഈ നിതീഷ് എന്ന് പറഞ്ഞ അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റും ഈ നമ്മുടെ ഇപ്പോഴത്തെ ശുചിത്വം ഒക്കെ എന്ത് ചെയ്തതെന്നറിയോ? അവരിതിൻ്റെ പിന്നാലെ നടന്നു. അങ്ങനെ പിന്നാലെ നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കോൺഗ്രസ് നേതാക്കൾ ഇടപെടാഞ്ഞിട്ടല്ല. ഇവിടെ ഇപ്പോൾ VD സതീശനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം ഏത് വിഷയത്തിൽ ഇടപെടുന്നതൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഈ CPM-ന് കണ്ണിന് നേരെ കണ്ടുകൂടാത്തത്. VD സതീശൻ ഇപ്പോൾ പറഞ്ഞ എന്താണ്? ഇവരെ പിരിച്ചുവിടുന്നത് പറയാൻ കാരണം എന്താ? ഇത് ഒളിച്ചു വെച്ചതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ DGP ഇന്നൊരു പത്രസമ്മേളനത്തിൽ സുജിത്തിനൊപ്പം നിന്ന വർഗീസിന് തന്നെ പല വിധത്തിലുള്ള ഭീഷണിയും സമ്മർദ്ദവും ഉണ്ടായിരുന്നു, പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രലോഭനങ്ങൾ പലതും വന്നത്, ഭീഷണിയിൽ പലതും വന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് തന്നെയാണ് എന്നാണ് അറിയുന്നത്. അല്ല, ഉണ്ടായിരിക്കുമല്ലോ. കാരണം പോലീസുമായിട്ട് ബന്ധമുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടാവുമല്ലോ, സൗഹൃദ ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ കേസൊക്കെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷെ അത് ചെവി കൊടുത്തില്ലല്ലോ. പണം വാഗ്ദാനം ചെയ്തിട്ട് വേണമെങ്കിൽ പിൻവലിച്ചു പോകാമായിരുന്നു. ഈ പണം കൊടുത്ത പോലീസ് തന്നെ വേറൊരു കള്ളക്കേസിൽ കുടുക്കിയിട്ട് തിരിച്ച് ആ പണം അവർ കൈക്കലാക്കും. അതൊക്കെ അറിയാമല്ലോ. അതൊക്കെ പോലീസിൻ്റെ സൂത്രമാണ്. അപ്പോൾ അതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് അവർ അത് ഞാൻ അതാ പറഞ്ഞത്. കേരളത്തിലെ എല്ലാ യുവജന നേതാക്കളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇതൊരു മാതൃകയാക്കണം. ഈ കുന്നംകുളത്തെ കോൺഗ്രസ്സുകാരുടെ കാര്യം ഞാനൊരു കാര്യം അജിംസിൻ്റെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഈ സംഭവം ഇന്നലത്തെ പേപ്പറുകളിലൊക്കെ വന്നതാണ്. മിനിഞ്ഞാന്നത്തെ പേപ്പറുകളിലോ ഇന്നലത്തെ പേപ്പറിലോ ഒക്കെ ആയിട്ട് വന്നതാണ്. ഇന്നലത്തെ പേപ്പറിൽ ഇത് വരാത്തൊരു പത്രം ഉണ്ടായിരുന്നു, CPM-ൻ്റെ മുഖപത്രം. ആ വാർത്ത പുറത്തു വന്നിട്ടില്ല. എല്ലാ പത്രങ്ങളിലും ലീഡാ. എന്താ കൊടുക്കാതിരുന്ന കുറ്റബോധം കൊണ്ടായിരിക്കും. അല്ലെ പാർട്ടി പറഞ്ഞിട്ടുണ്ടാവും കൊടുക്കരുതെന്ന്. നമുക്കറിയാമല്ലോ, CPM-ൻ്റെ മുഖപത്രത്തിൽ ഒരു വാർത്ത വരുമ്പോൾ ആ ഔദ്യോഗികമായ ഒരു അവരുടെ ഒരു പിടുത്തം നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് വാർത്ത കൊടുക്കാതിരുന്നത്? ഇന്നാണ് അവർ പറഞ്ഞ ഈ കാര്യത്തിൽ പോലീസ് എന്ത് നടപടി സ്വീകരിക്കണമെന്നതിനെക്കുറിച്ച് നിയമോപദേശം തേടിയെന്ന് ഇന്ന് പറയുന്നത്. അതും ഒരു യുവാവിനെ മർദ്ദിച്ച കേസിൽ അവസാനം പറയുന്ന യൂത്ത് കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ടി ഇത് അറിഞ്ഞിരിക്കുന്നു. പാർട്ടി ഇത് ഒളിച്ചു വെച്ചു ഒരു ദിവസം. അല്ലെങ്കിൽ പാർട്ടി പത്രത്തിൽ വരേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു ക്രൂരമർദ്ദനം ഇന്ത്യ മുഴുവൻ അറിഞ്ഞു, ലോകം മുഴുവൻ TV കണ്ടു. പക്ഷെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അഭിപ്രായം പറഞ്ഞിട്ടില്ല. DYFIയുടെ ഉന്നത നേതാക്കൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷെ ആരും മിണ്ടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവരുടെ സപ്പോർട്ട് ഇതിനുണ്ട്. കാരണം എന്താ അറിയോ? ഇവർ മറിച്ച് മിണ്ടിയാൽ പൊതുജനെതിരാവും. 2006 ഉദയകുമാറിനെ കൊലപ്പെടുത്തിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി ഒറ്റ പോസ്റ്ററേ ഇറക്കിയുള്ളൂ. ഉദയകുമാറിൻ്റെ അമ്മ കരയുന്ന ചിത്രമുള്ള ഒരു പോസ്റ്റർ. ആ പോസ്റ്റർ വ്യാപകമായി പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് അന്ന് അവർ അധികാരത്തിലെത്തിയത്. അറിയാമല്ലോ. അപ്പോൾ ഈ അവസാന കാലത്ത് ഇത്രയും ക്രൂരമായ മർദ്ദനം, അത് ഏത് കാലത്ത്? വാട്സപ്പ് യുഗത്തിൽ, ഡിജിറ്റൽ യുഗത്തിൽ ഇതിവിടെ കിടക്കും. ഇതിന് പഞ്ചായത്ത് ഇലക്ഷനും അതിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ചിത്രങ്ങളും ഈ ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിക്കും. ഇത് ആവർത്തിക്കാതിരിക്കാൻ
നിങ്ങൾ വോട്ട് ചെയ്യൂ ശരി ശ്രീകുമാർ, ഞാൻ ശ്രീകുമാറിലേക്ക് വരാം. അഡ്വക്കേറ്റ് പി എ പൗരൻ, ഏത് അഡ്വക്കേറ്റ് പി എ പൗരൻ, ഏത് ഈ നിമിഷവും സുജിത്തിന്റെ വിഷയം ഉണ്ടാവുന്നതിന് മുമ്പും ഈ ഉരുട്ടിക്കൊലകൾ ഉണ്ടായിട്ടുണ്ട്. നെടുങ്കണ്ടത്തുണ്ടായിട്ടുണ്ട്, വാരാപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈ ഉരുട്ടിക്കൊല കേസുകളിൽ ഉൾപ്പെടെ പലരും പ്രതി ചേർക്കപ്പെട്ടാലും അവരെ സസ്പെൻഡ് ചെയ്താലും അറസ്റ്റിലായാലും അവരെ സർവീസിൽ തിരിച്ചെടുക്കുന്നു. അതിന് നേതൃത്വം കൊടുത്തു. ഇപ്പോൾ വാരാപ്പുഴയിലെ കേസ് നോക്കുക. വാരാപ്പുഴയിൽ ടൈഗർ ഫോഴ്സ് എന്ന നിയമവിരുദ്ധ സംഘത്തെ ഉണ്ടാക്കി റൂറൽ എസ് പി. ആ നിയമവിരുദ്ധ സംഘത്തെ ഉണ്ടാക്കി ആ റൂറൽ എസ് പിയെ IG ആക്കി പ്രൊമോഷൻ കൊടുത്തു ഈ സർക്കാർ. അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് വിരമിക്കാനും പറ്റി. ഇത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ നയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ, അതല്ല ഈ ആഭ്യന്തര വകുപ്പിൻ്റെ തന്നെ സ്ട്രക്ചറലായ കുറേ പ്രശ്നങ്ങളാണോ? കാരണം മുൻ സർക്കാരുകളുടെ കാലത്തും ഇതൊക്കെ നടക്കുന്നുണ്ട്. അജിംസെ, അത് നിങ്ങൾ പറഞ്ഞത് നന്നായി. എറണാകുളത്തെ റൂറൽ പോലീസ് സൂപ്രണ്ടായിരുന്ന AV ജോർജാണ് ഈ സംഭവത്തിന് ഉത്തരവാദിയായിട്ടുള്ളത്. അദ്ദേഹം എറണാകുളത്തെ റൂറൽ SP ആയിരിക്കുമ്പോൾ അന്നത്തെ CPMൻ്റെ സെക്രട്ടറി ശ്രീ P രാജീവ് SP വിളിച്ചിട്ട് പറയുന്നു, വരാപ്പുഴ സ്റ്റേഷനിൽ ഒരു ശ്രീജിത്ത് ഉണ്ട്, SR ശ്രീജിത്ത്, അയാളെ കസ്റ്റഡിയിൽ എടുക്കണം, വേണ്ട തരത്തിൽ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കാണും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ടൈഗർ ഫോഴ്സ് AV ജോർജിൻ്റെ കീഴിൽ അനധികൃതമായിട്ട് ആഭ്യന്തര വകുപ്പിന് അറിയാം, പക്ഷേ നിയമവിരുദ്ധവുമാണ്. ആ പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച് അവർ, അല്ലെങ്കിൽ പോലീസ് ഫോഴ്സിൽ ഏതാനും പേർ വരാപ്പുഴ സ്റ്റേഷൻ പരിസരത്ത് ചെല്ലുകയും SR അജിത് എന്ന് രഞ്ജിത്ത് എന്ന് പേരായ ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും മൃഗീയമായി പീഡിപ്പിച്ച് കൊല്ലുകയുമാണ് ഉണ്ടായത്. നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ അത് അന്വേഷിക്കുവാൻ വേണ്ടി ശ്രീജിത്തിനെ ചുമതലപ്പെടുത്തി. ശ്രീജിത്ത് എന്ന് പറഞ്ഞ നമുക്കറിയാം, വേറൊരു കേസിനകത്ത്, പയ്യന്നൂർ ഭാഗത്ത് ഒരു കേസിനകത്ത് ഇതേമാതിരി തന്നെയുള്ള ഇരട്ട റോൾ അഭിനയിച്ച ഒരാളാണ്. അയാൾ പറഞ്ഞു, ഇതിനകത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ അയാൾ പറഞ്ഞു അവർ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞു, അവരെ വെറുതെ വിട്ടു. ഒരു അന്വേഷണം പോലും നടന്നില്ല. ഈ AV ജോർജിനെ കോഴിക്കോട് കമ്മീഷണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയും IPS കൺഫർ ചെയ്യുകയും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ IG റാങ്കിൽ നിന്ന് അയാൾ റിട്ടയർ ചെയ്തു. കേരളത്തിൽ 932 ക്രിമിനൽസ് ഉണ്ട് പോലീസ് സേനയിൽ. അതിൽ 24 പേര് IPSകാരാണ്, ഹാർഡ് കോർ ക്രിമിനൽസ്. ഇത് അസംബ്ലിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 58,000 പോലീസുകാരുള്ള കേരളത്തിൽ 932 പേരെ ഈ രൂപത്തിൽ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നു, ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ 24 പേർ ഇവരെ മോണിറ്റർ ചെയ്യേണ്ട ഈ പറയുന്ന CPOമാരുടെയും SIമാരുടെയും CIമാരുടെയും പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യേണ്ട, റെഗുലേറ്റ് ചെയ്യേണ്ട, കൺട്രോൾ ചെയ്യേണ്ട 24 IPS ഉദ്യോഗസ്ഥന്മാർ ഇന്ന് ഹാർഡ് കോർ ക്രിമിനൽസ് ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ 2020 സുപ്രീം കോടതി പറഞ്ഞത് എല്ലാ പോലീസ് സ്റ്റേഷൻ, ഇന്ത്യയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ഇതേപോലെ CCTV ഇൻസ്റ്റാൾ ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ്? 564 പോലീസ് സ്റ്റേഷനുകളിൽ, മിക്ക പോലീസ് സ്റ്റേഷനുകളിലും CCTV കേടായിരിക്കും. ബസ്സിൽ ടിക്കറ്റ് കൊടുക്കാതിരിക്കാൻ കണ്ടക്ടർ പറയുന്നത് മെഷീൻ കേടാണ്, ബാറ്ററി തീർന്നുപോയി എന്ന് പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷനുകളിലുള്ള ഈ CCTV കേടായിപ്പോയി എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യും. അത് മോണിറ്റർ ചെയ്യുവാൻ ഈ IPSകാർ, 172 IPSകാരുണ്ട് കേരളത്തിൽ. കേരളത്തിൽ ആകെ ആവശ്യമുള്ളത് ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ആവശ്യമുള്ളത് വെറും 50 അല്ലെങ്കിൽ 52 IPSകാരാണ്. പക്ഷേ ഇന്ന് കേരളത്തിൽ 172 IPSകാരും അവരുടെ സന്നാഹങ്ങളും ഇവരെ മുഴുവൻ മോണിറ്റർ ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെല്ലാം ഉറക്കത്തിലാണ്. നമുക്കറിയാം, പല IPSകാരും ഈ പറയുന്ന രൂപത്തിൽ വാഹനത്തിൽ നടക്കുക, എയർ കണ്ടീഷൻ ചെയ്ത വാഹനത്തിൽ നടക്കുക, സ്വർണ്ണക്കടകളിൽ പോയി സ്വർണം വാങ്ങുക, അതിന് പൈസ കൊടുക്കാതെ ഞാൻ പോലീസുകാരനാണെന്ന് പറയുക, പട്ടിയെ വളർത്തി അതിനുള്ള പൈസയും കൂടി സർക്കാർ ചെലവഴിക്കുക, എന്നിട്ട് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അവരെല്ലാം വലിയ വലിയ തസ്തികകളിൽ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തസ്തികയിലേക്ക് വരുന്നു. ഇവിടെ എനിക്ക് പറയാനുള്ള ജിംസെ, ജനാധിപത്യ ബോധം എന്ന് പറയുന്ന ഒരു ബോധം നമ്മുടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിനുണ്ടാവണം. കാരണം അവരാണ് പോലീസിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ പോലീസിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ജനാധിപത്യം, ഇപ്പോൾ റെജി ലൂക്കോസ് ഉണ്ടല്ലോ, അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ് പറയുന്നത്. എവിടെയാണ് ഇടതുപക്ഷം, എവിടെയാണ് ജനാധിപത്യം എന്നുള്ളത്
ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റിയ ഇടതുപക്ഷം അവിടെ നിൽക്കട്ടെ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ബോധം ഉണ്ടാവണം. നമ്മൾ അധിവസിക്കുന്നത് കേരളത്തിലാണ്, ക്യൂബയിലല്ല, ചൈനയിലല്ല, കൊറിയയിലല്ല, നോർത്ത് കൊറിയയിലല്ല. അപ്പോൾ ഇവിടെ ജനങ്ങളുടെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പോലീസ് അഡ്മിനിസ്ട്രേഷൻ, ആ അഡ്മിനിസ്ട്രേഷനാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് IPSകാർ ഇത്രയധികം പേരൊന്നും വേണ്ട. അവരെല്ലാം ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് പി. പൗരൻ, ഈ പോലീസിനെ സ്വതന്ത്രമാക്കുകയാണ് ഈ സർക്കാർ ചെയ്തത് എന്ന് വാദിക്കുന്നവരുണ്ട്. ഈ പോലീസിന് മേൽ ഒരു പാർട്ടി നിയന്ത്രണമില്ല, പോലീസിൽ പാർട്ടി സെല്ലുകളില്ല എന്ന് പറയുന്നവരുണ്ട്. ഇതിൻ്റെ ഒരു മറുവശമായി മറ്റുള്ളവർ പറയുന്നത് ഈ പാർട്ടികൾക്ക്, ഈ ഭരിക്കുന്ന പാർട്ടിയാവട്ടെ, ഇനി പ്രതിപക്ഷത്തിനാവട്ടെ, രാഷ്ട്രീയ പാർട്ടികൾക്കാവട്ടെ, ഒരു തരത്തിലുള്ള സ്വാധീനവും പോലീസ് സ്റ്റേഷനുകളിലില്ല. ആ അർത്ഥത്തിൽ ജനങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് സേനയാണ് ഇപ്പോൾ ഉള്ളത്. ആ പോലീസ് സേനയാണ് പ്രശ്നം എന്ന് വാദിക്കുന്നവരുമുണ്ട്. അത് ഞാൻ പറഞ്ഞ മാതിരി മറ്റ് രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ, ക്യൂബ ആയാലും ശരി, ചൈന ആയാലും ശരി, അല്ലെങ്കിൽ നോർത്ത് കൊറിയ ആയാലും ശരി, അവിടെയെല്ലാം പാർട്ടിയാണ് നിശ്ചയിക്കുന്നത്. ഇവിടെ പാർട്ടി നിശ്ചയിക്കുന്നില്ല. പക്ഷേ പാർട്ടിയുടെ സ്വാധീനം ഇന്ന് പോലീസ് സ്റ്റേഷനുകളിൽ നമുക്ക് വ്യക്തമായിട്ട്, ക്ലിയറായിട്ട്, വിസിബിളായിട്ട് കാണാൻ സാധിക്കും. ഒരു സ്ഥലത്തെ MLAയോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയോ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. തൊട്ടടുത്തുള്ള ഈ കുന്നംകുളം സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു സ്റ്റേഷനാണ് പാവർട്ടി പോലീസ് സ്റ്റേഷൻ. അവിടെ വിനായകൻ എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻറ്റ്, ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യനാണ്. ആ പയ്യനൊരു കളവ് കേസിലെടുത്ത് പിടിച്ചുകൊണ്ടുവന്ന് മൃഗീയമായിട്ട് മർദ്ദിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പരിക്കുകൾ പറ്റിയതായിട്ട് റിപ്പോർട്ട് ചെയ്തു ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ. എന്നിട്ട് ആ വിനായകനെ വീട്ടിൽ ചെന്ന് നിവൃത്തിയില്ലാണ്ടായി ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ മരിച്ചു. ആത്മഹത്യ ചെയ്യുന്നോ മരിച്ചു എന്ന് പറയും. പക്ഷേ എന്നിട്ട് ഒരു അന്വേഷണം പോലും നടത്തുവാൻ പാവർട്ടി പോലീസ് സ്റ്റേഷനിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ DIGയോ അല്ലെങ്കിൽ IGയോ തയ്യാറായില്ല. അവർ അച്ഛൻ പോലീസ് പരാതി കൊടുത്തു. നാഷണൽ SC/ST നാഷണൽ കമ്മീഷൻ 40 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞ് ഓർഡർ ഇട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മാസം 4000 രൂപ പെൻഷൻ കൊടുക്കാൻ പറഞ്ഞു, അച്ഛനമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ പറഞ്ഞ് ഓർഡർ ആയിരിക്കുന്നു. ഇതൊക്കെ കേരളത്തിലാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. കേരളത്തിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. എഴുകോൺ പോലീസ് സ്റ്റേഷനിൽ അയ്യപ്പനും ഭാര്യ ഓമനയും ഇതേപോലെ ഒരാഴ്ചക്കാലം പോലീസ് അവിടെ മൃഗീയമായിട്ട് മർദ്ദിച്ച് അവരെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുറത്തുവിട്ടു, എഴുകോൺ പോലീസ് സ്റ്റേഷനിൽ. അത് കഴിഞ്ഞ് അവർ അവിടുത്തെ SIക്കും 3 പോലീസുകാർക്കെതിരെ കേസ് കൊടുത്തു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 വർഷത്തേക്ക് കഠിന തടവിന് ശിക്ഷിച്ചു. അപ്പീൽ കൊടുത്തു, സെഷൻസ് കോടതി അത് ശരിവെച്ചു. ഹൈക്കോടതിയിൽ വന്നു, അപ്പീൽ കൊടുത്തു ഈ പോലീസുകാർ, അതും ഹൈക്കോടതി ശരിവെച്ചു. സുപ്രീം കോടതിയിൽ വീണ്ടും അപ്പീൽ പോയി. സുപ്രീം കോടതി ഫയൽ പോലും സ്വീകരിച്ചില്ല. അപ്പോഴാണ് ഇവിടെ 20 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞതുപോലെ അയ്യപ്പനും ഭാര്യ ഓമനയ്ക്കും ലക്ഷങ്ങൾ കൊടുക്കാമെന്ന് ഈ 4 പോലീസുകാരും പറഞ്ഞു. പക്ഷേ ആ അയ്യപ്പനും ആ ധീരയായ വനിത ഓമനയും ഒരു പൈസ പോലും സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഏറ്റ ആ ദ്രോഹം അല്ലെങ്കിൽ ശാരീരിക മർദ്ദനം അതിന് ഒരു കോമ്പൻസേഷൻ കൊണ്ട് ശരിയാവില്ല, അവർ ജയിലിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് ഇപ്പോൾ അവർ ജയിലിൽ പോയിരിക്കുന്നു. ഞാൻ പറയുന്നത് 932 പോലീസുകാർ കേരളത്തിൽ, ഈ പറയുന്ന ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ പോലീസിന് അപമാനമാണ്. ഇവിടെ ഒരു ക്വിഡ് പ്രോക്കോ ഉണ്ട്. പോലീസിൻ്റെ മൊറയിൽ നഷ്ടപ്പെടുത്തുന്നതെന്ന് നമ്മുടെ ആഭ്യന്തര വകുപ്പ് പറയുന്നു. പോലീസുകാർ പറയുന്നു, നിങ്ങളുടെ മൊറയിൽ നഷ്ടപ്പെടാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ശമ്പളം കിട്ടുന്നു. ശമ്പളം കഴിച്ച് കൈക്കൂലിയും ഈ തെറി അഭിഷേകവും ഈ മർദ്ദനവും അതോടൊപ്പം തന്നെ ഈ കൊലപാതകവും നടത്തുന്നത് ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് അവർക്ക് കിട്ടുന്ന ബോണസ്. പോലീസുകാർക്ക് ബോണസ് ഇല്ലല്ലോ. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ 58,000 പോലീസുകാർക്ക് കിട്ടുന്ന ബോണസാണ് ഈ പറഞ്ഞ രൂപത്തിൽ തെറി അഭിഷേകം, അതോടൊപ്പം തന്നെ മർദ്ദനം, കൊലപാതകം, അതോടൊപ്പം തന്നെ മറ്റ് പ്രവൃത്തികൾ, മറ്റ് വേറെ കാര്യങ്ങൾക്കൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഈ രൂപത്തിലാണ് കേരളത്തിലെ പോലീസിനെ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എന്തിനാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ? പോലീസ് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് ലീഗൽ ഇൻഫ്രിഞ്ച്മെൻറ്റ് ആൻഡ് സിവിൽ എറേഴ്സ്, അതാണ് അവരുടെ ഫംഗ്ഷൻ. പ്രിവെൻഷൻ ഓഫ് ലീഗൽ ഇൻഫ്രിഞ്ച്മെൻറ്റ് ആൻഡ് സിവിൽ എറേഴ്സ്. ഇനി എന്തിനാണ് സ്ഥാപനം? പബ്ലിക് ഓഫീസർ
ഫോർ ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ക്രൈം എമർജൻസി. ഒരു ക്രൈം എമർജൻസി വരുമ്പോൾ അത് അന്വേഷിച്ച് അതിന് നടപടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പബ്ലിക് ഓഫീസറാണ്. പക്ഷേ ഈ പബ്ലിക് ഓഫീസർ എന്നുള്ള രൂപത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റി അവർക്ക് ഉണ്ടോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. റെജി ലൂക്കോസ്, ഇവിടെ നോക്കുക, ഈ പോലീസുകാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സർക്കാരിനുണ്ട്. സർക്കാരിൻ്റെ നിലപാടാണ് ആ പോലീസുകാരെ മൊറയിൽ സംരക്ഷിക്കുക എന്നുള്ളത്. ഈ 108 പോലീസുകാരെയൊക്കെ പിരിച്ചുവിട്ടു എന്ന് വീമ്പിളക്കുമ്പോൾ അവർ കുറ്റം ചെയ്തുകൊണ്ടാണോ പിരിച്ചുവിടപ്പെട്ടത്, അതല്ല സർക്കാരിന് കമ്പാറ്റബിൾ ആവാത്ത പോലീസുകാരാണോ എന്നുള്ളത് പരിശോധിക്കപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകും, പക്ഷേ ക്രിമിനൽ പശ്ചാത്തലമുള്ള എല്ലാവരെയും പിരിച്ചുവിട്ടിട്ടില്ല. ഏതെങ്കിലും മേലുദ്യോഗസ്ഥൻ എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചെടുക്കുന്ന രീതി വരാപ്പുഴയിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ 108 പേരെ പിരിച്ചുവിട്ടേ എന്ന് പറഞ്ഞതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഉഷാറാണെന്ന് പറയാൻ കഴിയുമോ? അല്ല, 108 ഞാൻ എൻ്റെ കണക്ക് പ്രകാരം ഞാൻ നോക്കിയപ്പോൾ 122 ഉദ്യോഗസ്ഥന്മാരുണ്ട്. കാരണം അത് മുഖ്യമന്ത്രി നിയമസഭയിൽ വെളിപ്പെടുത്തുക. ഇനി 108 ആണെന്നുണ്ടെങ്കിൽ ആണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. 108 പോയിട്ട് ഒരു ഒറ്റയാളെ പോലും പിരിച്ചുവിടാനായിട്ടുള്ള ആർജവം കാണിക്കാത്ത കോൺഗ്രസ് മന്ത്രിസഭ ഇവിടെ ഉള്ളപ്പോൾ 108 പേരോ അല്ലെങ്കിൽ 122 പേരോ ആട്ടെ, ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ജനങ്ങൾക്ക് വിരുദ്ധമായിട്ട് ക്രിമിനലൈസേഷനോ അല്ലെങ്കിൽ കൈക്കൂലോ അല്ലെ എന്തെങ്കിലും മോശമായ രീതിയിൽ ആ സേനയ്ക്ക് ഇണങ്ങാത്ത രീതിയിൽ പ്രവർത്തിച്ചവരെ പിരിച്ചുവിടുക എന്ന് പറയുന്ന അറ്റകൈ പ്രയോഗം, അതിന് തൻ്റെ ഇടം കാണിച്ച ഒരു സർക്കാർ. ഒരു പക്ഷേ കേരള പോലീസ് സേനയിലെ ഏറ്റവും കുപ്രസിദ്ധനായ ഒരു ഓഫീസറാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് മറികടന്നുകൊണ്ട് ടൈഗർ ഫോഴ്സ് എന്നൊരു ഫോഴ്സ് ഉണ്ടാക്കിയ ഒരാളെ ഉരുട്ടിക്കൊന്നത്. അയാളെ ഒരു തരത്തിലും സർക്കാർ നോവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, IPS കൺഫർ ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കൊടുത്തു. അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റി സുഖമായിട്ട് റിട്ടയർ ചെയ്തു. AV ജോർജിന്റെ ട്രാക്ക് ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചു നോക്കുക റെജി ലൂക്കോസ്. അല്ല, AV ജോർജിന്റെ ട്രാക്ക് ഹിസ്റ്ററി ഒരു പരിധിവരെ അറിയാവുന്ന ഒരാളാണ് ഞാനും അജിംസ് ഈ ചർച്ചയിലിരിക്കുന്ന എല്ലാവരും. AV ജോർജിനെ നിങ്ങൾ ക്രൂശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, AV ജോർജ് തീവ്രവാദ മാനസികാവസ്ഥയുള്ളവർക്കും പീഡനവാദ ചിന്ത ഉള്ളവർക്കെതിരെ സ്വന്തം ജീവൻ പോലും പിന്നെ എന്താ പറയുക കയ്യിലെടുത്തുകൊണ്ട് ചെയ്ത പ്രവർത്തികൾ, വിഴിഞ്ഞത്തും പാളയത്തൊക്കെ നടത്തിയ ആക്രമണങ്ങളും അതിനെതിരെ നേരിട്ട അദ്ദേഹത്തിന് ചങ്കൂറ്റവും അങ്ങനെ നിസ്സാരമായിട്ട് നിങ്ങൾ കാണണ്ട. AV ജോർജിനെ അങ്ങനെ ഏറ്റവും കുപ്രശസ്തനായ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറഞ്ഞങ്ങ് ഭീഷണിപ്പെടുത്തുമ്പോൾ എനിക്കിതൊന്ന് ഓർമ്മിപ്പിക്കണം. കാരണം അത് അജിംസ് അറിയാമല്ലോ ആ കഥകൾ. അദ്ദേഹത്തിന് ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അദ്ദേഹം പല നടപടികളെടുത്തത്. അപ്പൊ അതിനെക്കൊണ്ട് നമ്മുടെ AV ജോർജിന്റെ വിഴിഞ്ഞ കലാപം അല്ല, അദ്ദേഹം ചെയ്ത ജീവൻ കയ്യിൽ പിടിച്ചുള്ള പറയാമോ റെജി ലൂക്കോസ് ഒന്ന് പറ, നമ്മളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഭീമാപ്പള്ളിയിൽ കുറെ പേര് വെടിവെച്ചു അങ്ങേര്. അല്ല ഭീമാപ്പള്ളി മാത്രമല്ല, വിഴിഞ്ഞം കടപ്പുറത്തുണ്ടായ അസ്വസ്ഥതകൾ നിയന്ത്രിച്ചതിൽ അദ്ദേഹം കാണിച്ചൊരു ആർജവം. കേരളത്തിൽ ഒരു പോലീസ് സേന എന്താ ചെയ്യേണ്ടത്? പോലീസുകാരെ കലാപാന്തരീക്ഷം ഉണ്ടാകുമ്പോഴത്തേക്ക് ആദ്യത്തെ നടപടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് താക്കീത് കൊടുക്കുക, ലാത്തിച്ചാർജ് ചെയ്യും. എന്നിട്ട് പിരിഞ്ഞു പോയില്ല, നാടിന് ആവർക്കരമായ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ നിയമപരമായ നടപടി സ്വീകരിക്കും. അതിൽ ധീരത കാണിച്ചിട്ട് ഉദ്യോഗസ്ഥനെ ഞാൻ പറഞ്ഞോളൂ. എനിക്കിപ്പോൾ അതേപാട്ട് യാതൊരു ബന്ധമില്ല, എനിക്ക് നേരിട്ട് പരിചയം പോലും ആ ഉദ്യോഗസ്ഥരെ ഇല്ല. പക്ഷെ നിങ്ങളൊരാളെ വക്രീകരിക്കുമ്പോൾ ഏറ്റവും കുപ്രശസ്തരായ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയുമ്പോൾ ഈ രീതിയിലുള്ള ചില പിന്നാമ്പറങ്ങളും അത്ര ഉദ്യോഗസ്ഥന്മാർക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ഞാൻ അവരെ ന്യായീകരിക്കാൻ പറഞ്ഞൊന്നുമില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ശ്രീകുമാർ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പച്ചക്കള്ളോട് ഞാൻ വളരെ റെസ്പെക്ട് ചെയ്തതാണ് സാറൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ UDF-ന് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർക്ക് നിങ്ങൾ മുകളിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതല്ലാണ്ട് താഴോട്ടിറങ്ങി വന്ന് അണികളെ സംരക്ഷിക്കാനോ അവരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളാനോ നിങ്ങൾ ആരും തയ്യാറല്ല. ഷാഫി പറമ്പിലെന്നും പറഞ്ഞിട്ട് ഇപ്പോഴത്തെ വടകര MP ഉണ്ട്. ഈ വിഷയം നടക്കുമ്പോൾ അദ്ദേഹം പാലക്കാട് MLA ആണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ചെറുപ്പക്കാരനും അവിടുത്തെ പ്രാദേശിക നേതാക്കളും പലതവണ റിക്വസ്റ്റ് ചെയ്തു, കുന്നംകുളത്ത് ഞങ്ങൾ പ്രതിഷേധ മീറ്റിംഗ് വരുന്നുണ്ട്, അതിലൊന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞവർക്ക് അദ്ദേഹം മൈൻഡ് പോലും ചെയ്തില്ല, അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതേസമയം ഇത്തരം തെറ്റുകൾ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നുണ്ട്. അതല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ ഇടതുപക്ഷമാണ് ഭരിക്കണമെങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന തെറ്റുകളെ ഇവിടെ പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാം, ഇവിടുത്തെ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാണിക്കാം. അത് മാധ്യമങ്ങളെ പ്രതിപക്ഷം പോലീസുകാർക്ക് സംരക്ഷണവുമായി വരും. ഞാൻ ഇപ്പൊ അങ്ങ് ചോദിച്ചല്ലേ, AV ജോർജ് ജീവൻ കയ്യിലെടുത്ത് സാഹസികമായി കുറെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ പൊൻതൂരുകൾ ഞാൻ എണ്ണി പറയാം. EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം മഹദനിയെ അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂർ പോലീസിന് കൈമാറി. പിന്നീട് LDF തങ്ങളുടെ ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടിയ കാര്യമാണ്, അത് വേറൊരു കാര്യം. പക്ഷേ പിന്നീട് മഹദനി പുറത്തു വരുമ്പോൾ CPM അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഭീമാപ്പള്ളി വെടിവെപ്പിന് നേതൃത്വം നൽകിയ ആളാണ് അദ്ദേഹം. ആ സമയത്ത് കോടിയേരിയാണ് ആഭ്യന്തരമന്ത്രി, അന്ന് തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു.
മൂന്നാമത് അൻവാർ ശേരി, അതായത് ഇതേ മഹദിനിയുടെ സ്ഥലമാണ്. അൻവാർ ശേരിയിൽ റെയ്ഡ് നടത്തി അവിടെ നിന്ന് ഗർഭനിരോധന ഉറ പിടിച്ചെടുത്തു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ആളാണ് ഇദ്ദേഹം. മറ്റൊന്ന്, കുമളിയിൽ നിന്ന് അദ്ദേഹം ഇടുക്കിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു കാർപ്പറ്റ് വ്യാപാരിയെ തീവ്രവാദി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. അയാൾ കശ്മീർ സ്വദേശിയായിരുന്നു. കോടതി അയാൾ വെറുതെ വിട്ടു. വേണ്ടാതീരം കാണിക്കരുതെന്ന് കോടതി പോലീസിനോട് പറഞ്ഞു. അത് ഇങ്ങനെ ശ്രീജിത്തിൻ്റെ കസ്റ്റഡി ഭരണം വേറെ ഉദാഹരണം. ഇങ്ങനെ ഒരുപാട് ട്രാക്ക് റെക്കോർഡുണ്ട്. നിങ്ങൾ പറഞ്ഞ ആ സാഹസിക കൃത്യം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ എ വി ജോർജിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു പിണറായി വിജയൻ്റേത് ആദ്യാവസാനം. അല്ല, മദനെ അറസ്റ്റ് ചെയ്തതിനകത്ത് എങ്ങനെയാണ് എ വി ജോർജിനെ കുറ്റപ്പെടുത്താൻ പറ്റുക? ഏത് കേസിലാണ് കേരളത്തിൽ അറസ്റ്റ് ചെയ്തെന്ന് ആലോചിക്കണം. ഏത് കേസിലാണ് അറസ്റ്റ് ചെയ്തത്? ആ കേസിൽ അങ്ങനെ ഒരു കേസ് മധുരയ്ക്കെതിരെ ഉണ്ടോ എന്ന് ഇന്ന് എൽ ഡി എഫിൽ, ഇന്ന് സി പി എമ്മിന് ആ നിലപാടുണ്ടോ? അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട കേസ് നിലനിൽക്കുന്നതാണ് എന്ന നിലപാട് ഇന്ന് സി പി എമ്മിനുണ്ടോ? അല്ല, അജിംസ് ഇപ്പൊ എന്നോട് പറഞ്ഞതിന് മറുപടി ഞാൻ പറയട്ടെ. ഇത് പ്രേക്ഷകർ കേട്ടോണ്ടിരിക്കുകയല്ലേ. അതിനകത്ത് എ വി ജോർജ് സ്വന്തം ഇഷ്ടപ്രകാരം അറസ്റ്റ് ചെയ്ത് കർണാടക പോലീസ് കൈമാറിയതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ബഹുമാനപ്പെട്ട ഇ കെ നായനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അത് സ്വാഭാവികമായിട്ട് നിയമ നടപടി സ്വീകരിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥന്റെ സ്ഥാനത്ത് വേറെ ഉദ്യോഗസ്ഥരാണെങ്കിലും അത് ചെയ്തേ പറ്റും. ഇതൊക്കെയാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തിയ ആരോപണങ്ങൾ, കുപ്രശസ്തരാണെന്ന് പറഞ്ഞുകൊണ്ട്. ഭീമാപ്പള്ളി വെടിവെപ്പ് നടത്തിയ ആൾക്കെതിരെ അന്ന് കോടിയേരി നടപടി സ്വീകരിച്ചു. ഭീമാപ്പള്ളിയിൽ വെടിവെപ്പ് നടത്തിയ എ വി ജോർജിനെതിരെ ആ സർക്കാർ നടപടി സ്വീകരിച്ചു. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊരു പൂർണ്ണ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അജിംസ് അറിയാം സംഭവാസങ്ങൾ എന്താണെന്നുള്ളത്. വിഴിഞ്ഞത്തുണ്ടായ വിഷയങ്ങളും ഭീമാപ്പള്ളിയുടെ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊരു കലാപന്തരീക്ഷത്തിൻ്റെ നിന്നും വ്യാപകമായ രീതിയിൽ അതൊരു തെറ്റായ രീതിയിൽ പോകുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനൊരു ഉദ്യോഗസ്ഥ ബാധ്യസ്ഥരാ. അതായത് സർക്കാരിന്റെ തീരുമാനങ്ങളാണ് നടപ്പ് വരുത്തേണ്ട ഉദ്യോഗസ്ഥരും. അത് അജിംസ് അറിയാൻ മേലായി ഒന്നുമില്ല. കോടിയേരി ഉത്തരവിട്ടതാണ്. കോടിയേരിയാണ് അവിടെ വെടിവെക്കാൻ ഉത്തരവിട്ടത് എന്നാണ് അങ്ങ് പറയുന്നത്. കോടിയേരി വെടിവെക്കാൻ ഉത്തരവിട്ടു എന്നാണ് അങ്ങ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണന്റെ പേര് പോലും ഈ ചർച്ച ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങളായി. ഞാൻ അല്ലല്ല, അതിനു വേണ്ടിയിട്ട് വെടിവെക്കാൻ ഉത്തരവിടുന്ന മജിസ്ട്രേറ്റാ. അത് വെടിവെക്കാനായിട്ട് ആഭ്യന്തരമന്ത്രിക്ക് ഉത്തരവ് കൊടുക്കാൻ അറിവ് ശരിയല്ലെങ്കിൽ വെടിവെക്കാൻ ഉത്തരവിട്ട ഏത് മജിസ്ട്രേറ്റാണ്? അല്ല, വെടിവെപ്പ് നടത്തുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പ് നടത്തിയ നിൽക്കൂ അജിംസെ. കൂത്തുപറമ്പിൽ 5 സഖാക്കളെ വെടിവെച്ചിട്ട് എം വി രാമനെ സംരക്ഷിക്കുക എന്നുള്ള വ്യാജനെ അവിടെ ഉത്തരവിട്ടതാരാ? മജിസ്ട്രേറ്റാണ്. ആ മജിസ്ട്രേറ്റിന് ഉത്തരവില്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പിന്നെ വെടിവെക്കാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. ഇന്ത്യൻ നിയമം അങ്ങനെ അനുശാസിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാണ്ട് എ വി ജോർജ് സ്വയം വെടിവെച്ച് തോക്കെടുത്ത് വെടിവെക്കുവോ? അങ്ങനെയുള്ള ഉദ്യോഗസ്ഥ സർവീസിലിരിക്കും. എനിക്കറിയത്തില്ല. എന്തൊരു അദ്ദേഹം സർവീസിലിരുന്നു, വിരമിച്ചു. ഇതൊക്കെ നടക്കുന്ന ഒരു സർക്കാരിനെതിരെയാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഈ ഇത്തരം ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന സർക്കാരിനെതിരെയാണ് ചോദ്യം ഉന്നയിക്കുന്നത്. അത് നിങ്ങൾ അത് ചോദ്യം ഉന്നയിച്ചോളൂ. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചിരിക്കണം. ജനാധിപത്യത്തിൽ ആരും തർക്കമില്ല കാര്യത്തിൽ. പക്ഷേ ഇത്രയ്ക്കും കർശനമായ നടപടികളെടുത്ത് പൗരന്റെ ജീവനും അവൻ്റെ മറ്റു കാര്യങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന തെളിവ് സഹിതമുള്ള ഒരു സർക്കാരിനെ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം അറിയാമോ? അപ്പോൾ അജിംസിനെ കണക്കറിയാമല്ലോ. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. 2015 അധികാരം ഏൽക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ 12% നിന്ന് കേരളം 6%. ഇപ്പോൾ കേരളത്തിലെ പോലീസ് സേനയുടെ ക്രിമിനലുകളുടെ എണ്ണം കേവലം 4%. ഈ ഗവൺമെന്റ് വലിയൊരു നേട്ടം. ഇവിടെ നേരത്തെ പൗരൻ സാർ പറഞ്ഞു 956 പേരുന്നുണ്ട്. നിങ്ങൾ 52,000-ന്റെ 900-ആയിട്ടൊന്ന് വിഭജിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞ വളരെ കറക്റ്റ്. അത് ഈ സർക്കാരിന്റെ നേട്ടമല്ലേ? ഈ ഗവൺമെന്റ് വന്ന ശേഷം പോലീസിലെ ക്രിമിനൽസിന്റെ എണ്ണം കൂടുവാണെങ്കിൽ നിങ്ങൾ കണക്ക് അവതരിപ്പിക്കും, ഞാനിത് മുഴുവൻ പിൻവലിക്കാം. അതല്ല ശരി. ഇപ്പൊ ശരി എന്നൊരു സർക്കാരിനെ മുഴുവൻ തെറ്റാണെന്നും അത് പോലീസിന്റെ ഭരണത്തിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണെന്നും ഈ വിഷയത്തിലൂടെ നിങ്ങൾ പിരിച്ചുവിടുന്ന ഒരു സർക്കാരാണെന്ന് പറഞ്ഞു. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. വാരാപ്പുഴയിൽ ശ്രീജിത്ത് എന്ന ഒരു ചെറുപ്പക്കാരൻ ആളുമാറി പിടിച്ചുകൊണ്ടുപോയി ഉരുട്ടിക്കൊന്ന ഉദ്യോഗസ്ഥർ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഏക സ്റ്റേഷനിലാണ്, അറിയാമോ? അവർ ജോലി ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്റ്റേഷൻ അവർ തിരിച്ചെടുത്തു. ആ 7 പോലീസുകാരെയും ഈ പിണറായി വിജയൻ സർക്കാർ തിരിച്ചെടുത്തു. അവർ ഇപ്പോഴും കാത്തിരിട്ട് ജോലി ചെയ്യുന്നുണ്ട്. മറ്റാരെയോ ഉരുട്ടിക്കൊല്ലാൻ മറ്റേതോ അധഭാഗ്യനെ കാത്തിരിക്കുകയാണ് അവർ. അല്ല, ഞാൻ പറഞ്ഞല്ലോ അജിംസ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇന്നലത്തെ നടന്ന ചർച്ചകളിലൊക്കെ ഈ ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടണം എന്നുള്ള നിലപാടെടുത്തവരാണ് നമ്മളെപ്പോലുള്ളവർ. ഈ 4 പേര് മാത്രമല്ല, അതിൽ വേറൊരു ഉദ്യോഗസ്ഥരുണ്ട്. അവിടുത്തെ ഒരു വില്ലേജ് ഓഫീസിലെ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറായിട്ട് ജോലി കിട്ടി അങ്ങോട്ട് മാറിയ ഒരു ഉദ്യോഗസ്ഥരുണ്ട്. അയാളെയും പിരിച്ചുവിടണം. ഒരു തർക്കമുള്ള കാര്യം. ഞാനിതിനൊന്നും സപ്പോർട്ട് ചെയ്ത ഒരാളൊന്നുമല്ല.
പിന്നെ ശ്രീജിത്തിന്റെ മരണത്തിൽ അത് പിന്നെ ശ്രീജിത്ത് IPSന്റെ അന്വേഷണത്തിലൂടെ അത് സർക്കാരിന് സമർപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ സബ്ജക്ട് കറക്ഷൻ കോടതി വിധി അവർക്ക് അനുകൂലമായിട്ട് വന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ താങ്കൾക്ക് എന്നെ തിരുത്താം. ഒരു കോടതി വിധി അനുകൂലമായിട്ട് പ്രവൃത്തികളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. കാരണം കോടതി വിധി ഇതേ ശ്രീജിത്ത് കോടതി വിധി വരുന്നതിന് മുമ്പാണ് അയാൾ തിരിച്ചെടുത്തത്. ഇതേ ശ്രീജിത്ത് ഒരു പീഡന കേസ്, കണ്ണൂരിലൊരു പീഡന കേസിൽ അതിലെ പരാതിക്കാരനെ മായിട്ടുള്ള നടത്തിയിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം പുറത്തുനിന്ന് ഓർമ്മയുണ്ടാവും. ആ കേസിന്റെ ഗതി എന്തായാലും പിന്നീട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശ്രീജിത്തിന് തന്നെ ട്രാക്ക് റെക്കോർഡ് പ്രശ്നമാണ്. അയാളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചത്. അല്ല, ആ ഓഡിയോ സംഭാഷണം ടെലികാസ്റ്റ് ചെയ്തതാണ്. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടൊരു ഉദ്യോഗസ്ഥനെ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം മുഴുവൻ തെറ്റാണ്, ശരിയാണ്, അല്ല തെറ്റാണ്, അദ്ദേഹം ഒരു ക്രിമിനലാണെന്ന് പറയാൻ ഞാനാളല്ല. കാരണം ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ തെറ്റുകൊണ്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കാം. നമ്മളെല്ലാം മനുഷ്യരാണ്. പക്ഷെ അവിടെ അല്ലല്ലോ വിഷയം. അവരെയൊക്കെ നമ്മൾ വിചാരണ ചെയ്യപ്പെടേണ്ടത്. എൻ ശ്രീകുമാർ, അങ്ങനെ സർക്കാരിന്റെ ഒരു പ്രശ്നമാണോ ഇത്? ഞാൻ മുമ്പ് പൗരനോട് ചോദിച്ച ചോദ്യമാണ്. സർക്കാരിന്റെ നയത്തിന്റെ പ്രശ്നമാണോ അതല്ല പോലീസിന്റെ ഘടനാപരമായ? പോലീസ് ഇങ്ങനെയാണ് എല്ലാ കാലത്തും. നിങ്ങളുടെ കാലത്തും ഇങ്ങനെയായിരുന്നു. ഉരുട്ടിക്കൊല ഉണ്ടായിട്ടുണ്ട്, കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അടിയന്തരാവസ്ഥയിൽ നമുക്ക് ഓർക്കാൻ കൂടി സാധിക്കാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസിന്റെ ഒരു ജനിതക സ്വഭാവമാണോ ഇത്? നോക്കുക ജിംസേ, ഒരു കരുത്തനായ ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ പോലീസുകാരെ പിരിച്ചുവിടേണ്ട അവസ്ഥ വരില്ല. ഇപ്പം പോലീസുകാരെ പിരിച്ചുവിടുന്നതല്ല ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ ക്രെഡിറ്റ്. പോലീസുകാരെ പിരിച്ചുവിടാതെ ആഭ്യന്തര വകുപ്പിനെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഒരു പോലീസ് മന്ത്രിയുടെ ഗരിമയുള്ളത്. അതാണ് കരുത്തനായ PT ചാക്കോ, കരുത്തനായ കരുണാകരൻ എന്നൊക്കെ പറഞ്ഞത്. AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ DGP ആയിട്ട് KJ ജോസഫിനെ നിയമിച്ചു. ഒരുപാട് നേതാക്കൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ അതിനെ ചോദ്യം ചെയ്തു. ആന്റണി സമ്മതിച്ചില്ല. പോലീസിനെ നന്നാക്കാൻ അദ്ദേഹം വേണമെന്ന് അന്ന് ആന്റണിക്ക് തോന്നി. 5 വർഷം ഭംഗിയായി ഭരിച്ചു കേരള പോലീസിനെ. ഇപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ പോലീസിൻ്റെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ പുറത്തിറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലക്കടിച്ചു. ആ ഗൺമാൻ ചെയ്തത് ശരിയാണെന്ന് പറയുന്ന ഒരു ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് എന്തു പറയാനാണ്? എന്താ നമ്മൾ പറയുക? മുഖ്യമന്ത്രിയുടെ നയങ്ങൾ കേരളത്തിലെ പോലീസിന് നൽകിയ വീര്യം നിസ്സാരമല്ല. മാധ്യമപ്രവർത്തകർ അവർ അത്ര പരിരക്ഷയുള്ള ആൾക്കാരല്ല. യൂത്ത് കോൺഗ്രസ്സുകാർ അവരത്ര പരിരക്ഷയുള്ളവരല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭരണാധിപൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പോലീസിന് തലതിരിയും. തങ്ങളെ രക്ഷിക്കാൻ ആളുണ്ടെന്ന് കരുതും. ഇപ്പോൾ കേരളത്തിലെ 9 വർഷമായിട്ട് ഇവർ ഭരിച്ചിട്ട് 122, 130, 150 പിരിച്ചുവിടട്ടെ. അത് ദൗർബല്യമാണ് അവരുടെ. കാരണം നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ 4 പോലീസുകാരുടെ മാത്രം നമുക്ക് എടുക്കാം. ഈ 4 പോലീസുകാരെ പിരിച്ചുവിട്ടാലും അതിൻ്റെ ക്രെഡിറ്റാണ് അവകാശപ്പെടുക. ഒരു മനുഷ്യനെ തല്ലി ചതച്ച് നാശമാക്കിയിട്ട് അതൊരു പാവപ്പെട്ട പയ്യനെ, ഒരു കുറ്റം ചെയ്യാത്ത പയ്യനെ തല്ലി ചതച്ചിട്ട് അവരെ പിരിച്ചുവിട്ട ക്രെഡിറ്റാണ്. അല്ല, ഇവിടെ അവരെ നിലയ്ക്ക് നിർത്താൻ എന്തുകൊണ്ട് ആഭ്യന്തരത്തിന് പറ്റുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം സംവിധാനത്തിൽ വേറെ ചെല്ലി പിടിമുറുക്കി. അത് പ്രതിപക്ഷം പറയാം ആഭ്യന്തര വകുപ്പിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരുടെ കൈകളെന്ന് പറയുമ്പോൾ ഇവർ സമ്മതിക്കില്ല. ഇന്നിപ്പോൾ റെജി ലൂക്കോസ് ആദ്യം ഈ കുന്നംകുളത്തെ ആ ഒരു പോലീസ് പ്രവർത്തനത്തെ അപലപിച്ചു. പിന്നെ അദ്ദേഹം നടത്തിയ ന്യായീകരണങ്ങൾ മുഴുവൻ ഈ പോലീസ് വകുപ്പിനെ വെള്ളപൂശുന്നതല്ലേ? അതല്ല വേണ്ടത്. വേണ്ടത് എന്താണ്? ഇപ്പം പോലീസ് അസോസിയേഷനുകളെ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനെ അവർക്കൊക്കെ പിടിമുറുക്കാൻ പറ്റുന്നൊരവസ്ഥ ഒരു സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട്. DGP നമുക്കറിയാമല്ലോ, DGP, ADGP, പോലീസ് തലപ്പത്തുള്ള അടിയും പിടിയും ഒക്കെ നമുക്കറിയാമല്ലോ. പിന്നെ ഏത് പോലീസുകാരനാ DGP ഒക്കെ വില വയ്ക്കുക? കാരണം അവർക്ക് അവരുടേതായ വേറെ വഴികളുണ്ട്. ഭരിക്കാൻ പറ്റുന്ന SIമാരും അതുപോലെ CIമാരും DGPയെക്കാട്ടിലും കരുത്തന്മാരായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പോലീസ് സംവിധാനത്തിൻ്റെ തകരാറാണെന്ന് മാത്രം പറയരുത്. സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ശരി, റജി ചോദിക്കും. നമുക്ക് സമയം തീരാറായി. പറയൂ സാറേ. ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് അമ്പലപ്പുഴ വെച്ച്, അന്ന് നിങ്ങൾ ഭരിക്കുന്ന കാലത്താ, അമ്പലപ്പുഴ വെച്ച് ഒരു ഉദ്യോഗസ്ഥൻ വയർലെസ്സിലൂടെ അദ്ദേഹത്തിന് അയാളെന്ന് പറഞ്ഞ് മോശമായിട്ട് സംസാരിച്ചു. അന്ന് മാധ്യമങ്ങളെല്ലാം ആ ഓഡിയോ പുറത്തു വിട്ടു. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനോട് ചോദിച്ചു. ഉമ്മൻചാണ്ടി സാർ പറഞ്ഞറിയോ അതിനെക്കുറിച്ച്?
ശരി, നിങ്ങൾ ശരി. എന്ത് നടപടി സ്വീകരിച്ചു? നിങ്ങൾ എന്ത് ശരി. നടപടി സ്വീകരിച്ചു? അത് അത് വേറെയാണ് ബന്ധമൊന്നും സാറേ. ഇല്ല. ഏറ്റവും വലിയ അച്ചടക്കം ഒരാളെ- ഇന്ത്യൻ പ്രതിരോധ മന്ത്രി അയാൾ അല്ലല്ല, വിളിക്കുന്ന ഒരു ക്രിമിനൽ ഞാൻ പറയട്ടെ. കുറ്റമൊന്നുമല്ല. അത് നോക്കട്ടെ. ആളുകളുടെ പുറത്തോട്ട് വരുമ്പോഴാണ് അത് പ്രശ്നം. എന്താ അഡ്വക്കേറ്റ് പി. എ. ബന്ധം പൗരൻ, ഉള്ളത്? സാധാരണക്കാരായ അയാളൊന്നും മനുഷ്യർ, മാത്രമല്ല, ഒരു അയാളൊന്നും നിമിഷം, മാത്രമല്ല. ഒരു നിമിഷം, ഒരു നിമിഷം. അയാളൊന്നും അഡ്വക്കേറ്റ് മാത്രമല്ല. പി. എ. പൗരൻ, അല്ല, ഒരു മിനിറ്റ്, ശരി, ശരി, നിങ്ങൾ പരസ്പരം സംസാരിക്കില്ലേ? അഡ്വക്കേറ്റ് പി. എ. പൗരൻ, അഡ്വക്കേറ്റ് പി. എ. പൗരൻ, ഈ അല്ലല്ല, അജിംസെ, ഞാൻ സാധാരണക്കാരായ പൂർത്തിയാക്കിയില്ല. മനുഷ്യർ, അല്ല, സാധാരണക്കാരായ അജിംസെ, ഞാൻ മനുഷ്യർക്ക് പൂർത്തിയാക്കിയില്ല. ഇത്തരത്തിലുള്ള അജിംസെ, ഒരു മോശം മിനിറ്റ്. അജിംസെ, ഒരു മിനിറ്റ്, ഞാൻ പൂർത്തിയാക്കിയില്ല. പൂർത്തിയാക്കും അജിംസെ, പ്ലീസ്. സമയമില്ല, സമയമില്ല. അജിംസെ, ഒരു മിനിറ്റ്. ശരി. അജിംസെ, ഒരു മിനിറ്റ്. അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. അതായത് ഞാൻ റെജി കയറി ഇടപെട്ടോണ്ടാ പൂർത്തിയാക്കട്ടെ. അതായത് ഈ ഇത്രയും വലിയ സംവിധാനം, ഇത്രയും വലിയ അടിപിടി മർദ്ദനം കുന്നംകുളത്തുണ്ടായിട്ടും അജിംസ് അറിയാമല്ലോ, നിലമ്പൂർ ഇലക്ഷന് പോയ നമ്മുടെ എഴുത്തുകാരും പൊതുപ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും പാർട്ടിയുടെ വിവിധ പ്രതിപക്ഷ അഭിപ്രായ സ്വരൂപരൊക്കെ എവിടെ പോയി? ഈ ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ എഴുത്തുകാരെന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതല്ലേ? പോലീസ് മർദ്ദനത്തിനെതിരെ പ്രതികരിക്കുന്നവരല്ലേ? എവിടെ പോയി അവരുടെ ശരി. നാക്ക്? അഡ്വക്കേറ്റ് പി. എ. പൗരൻ, ഇവിടെ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ച് പോലീസിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായ അഡ്വക്കേറ്റ് പി. എ. പൗരൻ ആശ്രയിക്കാവുന്ന ഒരു മാർഗ്ഗം ഈ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയാണ്. അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കാരണം അതിനിടയിൽ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷം. പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി രൂപം കൊള്ളുന്നത് തന്നെ 2012 അതിനുശേഷം ആ കംപ്ലയിൻസ് അതോറിറ്റിയുടെ ഘടനയിൽ തന്നെ മാറ്റം വന്നത്, അതിൽ ആ ഭേദഗതി നിയമം കൊണ്ടുവന്നതൊക്കെ നമുക്കറിയാം. അതൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ? പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയെ പറ്റി പറയാതിരിക്കാൻ നല്ലത്. അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് വരുന്നത് പത്രപ്രസ്താവനകൾ കാണുമ്പോൾ മാത്രമാണ് ഇങ്ങനൊരു സ്ഥാപനമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് ഇരുന്നത് ശ്രീ റെജി ലൂക്കസിനറിയാം. DYFIയുടെ പ്രവർത്തകനായിരുന്ന, അതിൻ്റെ നേതാവായിരുന്ന, ഹൈക്കോടതിയിൽ എങ്ങനെയോ ജഡ്ജായിട്ട് വന്നു. ക്ഷമിക്കണം പറയുന്നതിൽ, ഒരു സെൻറ്റൻസ് പോലും ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റാത്ത കഴിവില്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം. അയാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു പോസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി ഉണ്ടാക്കിയതും അതിൻ്റെ ചെയർമാനായിട്ട് നിയോഗിച്ചത്. അതേപോലെ ജില്ലാ തലത്തിൽ ധാരാളം പോലീസ് കംപ്ലയിൻസ് അതോറിറ്റീസ് ഉണ്ട് ജില്ലാ തലത്തിൽ. പക്ഷേ ആ അതോറിറ്റീസ് എല്ലാം തന്നെ കൂടും, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കും, ആ പരാതി ഇത്ര പരാതികൾ തീർപ്പാക്കി എന്ന് പറഞ്ഞ് ഒരു പത്ര റിപ്പോർട്ട് വരും, അവർ ചായ കുടിച്ചോ അല്ലെങ്കിൽ പിരിയും, അതിൻ്റെ അലവൻസും മറ്റു കാര്യങ്ങളും വാങ്ങും. ഇതേപോലെയാണ് വനിതാ കമ്മീഷൻ, ഇതേപോലെയാണ് യുവജന കമ്മീഷൻ, ഇതേപോലെ തന്നെയാണ് ചൈൽഡ് കമ്മീഷനും ഒക്കെ. അപ്പോൾ കേരളത്തിലെ കമ്മീഷനുകളുടെ കുറവല്ല ഇതിനൊക്കെ പറയുക. പോലീസ് നന്നായാൽ നാട് നന്നാവും, അതൊരു ചൊല്ലാണ്. ചൈനയിലൊരു ഇതുണ്ട്, നിങ്ങൾ ഒരിക്കൽ പോലും പോലീസുകാരുമായിട്ട് ബന്ധപ്പെടരുതെന്ന് പറയും. അപ്പോൾ അത് തന്നെ ഇവിടെയും ബാധകമാണ്, നമ്മുടെ കേരളത്തിലും ബാധകമാണ്. പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരാണ് അവരുമായിട്ട് ബന്ധപ്പെടുന്നത്, അവരെ ചീത്തയാക്കുന്നത് മുഴുവൻ പോലീസുകാരാണ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവായിട്ടുള്ള ടോപ്പ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് ഇവരെ കൈകാര്യം ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാൻ, മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആഭ്യന്തരം പരാജയമാകും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പോലീസിനെ കൈയഴിഞ്ഞ് സഹായിക്കുക, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, എന്ത് ഹീന പ്രവൃത്തിയും ചെയ്യാൻ അവരെ അനുവദിക്കുക. അതിൽ കൂടി അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പാരിതോഷികമായിട്ട് സർക്കാരിനെ സംരക്ഷിക്കുന്ന ഒരു ക്വിഡ് പ്രോക്കോ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിലെ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് മുണ്ട പറഞ്ഞത്, ഇന്ത്യയിലെ പോലീസുകാർ ഓർഗനൈസ്ഡ് ക്രിമിനൽസ് ആണ്. അത് വളരെ കൃത്യമാണ്. ടോമിൻ ജെ തച്ചങ്കരിയുടെ കാര്യത്തിലായാലും ശരി, AV ജോർജിന്റെ കാര്യത്തിലായാലും ശരി, ശ്രീ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയുടെ സംസ്ഥാന അതോറിറ്റിയെ ചെയർമാനായിരുന്ന ജസ്റ്റിസ് VK മോഹനൻ, അദ്ദേഹത്തിന്റെ കാലാവധി എത്ര തവണയാണ് നീട്ടിക്കൊടുത്തത് എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ 2024 നവംബറിൽ നീട്ടിക്കൊടുത്തിരുന്നു 6 മാസത്തേക്ക്. ആ നീട്ടിക്കൊടുത്ത സമയത്തൊക്കെ അദ്ദേഹത്തിന് വേറെയും പണിയുണ്ടായിരുന്നു. തിരൂർ ബോട്ട് അപകടം മുതൽ EDക്ക് അന്വേഷണം നടത്താമോ തുടങ്ങിയ കമ്മീഷന്റെ നിരവധി ഒരുപാട് ഓവർ ഡ്യൂട്ടി പണികളും അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചാണോ പി. എ. പൗരൻ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതാൻ അറിയാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ആരോപിക്കുന്നുമില്ല. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ പോലീസ് ഭരണവ്യവസ്ഥയുടെ ഇന്നത്തെ സ്ഥിതി. അയാൾ തന്നെ ശരി, അതേപോലെ തന്നെ ഒരു കീടമാണ് CN രാമേന്ദ്രൻ നായർ. ശരി, CN രാമേന്ദ്രൻ നന്ദി നായർ അഡ്വക്കേറ്റ് പി. എ. പൗരൻ, ശ്രീകുമാർ, റെജി ലൂക്കോസ് ഇത്രയും സംസാരിച്ചതിന്